വീട്ടിൽ ഇരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥിനികളെ, ഈ ഓണക്കാലം ഏറ്റവും സന്തോഷകരമായ ഒരു ഓണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് എല്ലാ വർഷവും കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ വർഷം നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അവര് ലൈവായിട്ട് തന്നെ ഈ പ്രോഗ്രാം എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടുകളിൽ നിന്ന് തന്നെ. എപ്പോഴും ഓണം എന്ന് കേൾക്കുമ്പോൾ സന്തോഷത്തിന്റെ ഒരു പ്രതീകമാണ്. എല്ലാവരുടെയും ഒത്തൊരുമയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കൊറോണ കാലത്ത് വായ മൂടി നിശബ്ദമായി ഓണം ആഘോഷിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടമാണ് നമുക്കുള്ളത്. എങ്കിൽ പോലും നമ്മളതെല്ലാം മറന്ന് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴും സുരക്ഷിതരായിരിക്കുന്നത്. കള്ളവും ചതിയുമില്ലാത്ത ഒരു നാളെ എന്നതല്ല, ഇന്നും അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കണം. അതിന് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം പൂർണ്ണമായിട്ടും അതിനെ സന്നദ്ധരാകണം. ത്യാഗ മനോഭാവത്തിന്റെ പ്രതീകമാണ് നമ്മുടെ മഹാബലി ചക്രവർത്തി. എല്ലാം ത്യജിച്ചുകൊണ്ട് തന്റെ ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിച്ച ആളാണ്. ആ ഒരു നന്മയുടെ ആ ഒരു സന്ദേശം നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓണാഘോഷ വേളയിൽ നമുക്കെല്ലാം ആശംസകൾ അർപ്പിച്ച് അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വിശിഷ്ടാതിഥികൾ ആയി തന്നെ എത്തിയിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ സഹപ്രവർത്തകരെയും, എല്ലാ സെക്ഷനിലുമുള്ള എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനികളും സഹോദരങ്ങളും അവരുടെ മാതാപിതാക്കളും എല്ലാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഓണാഘോഷത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഓണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സത്യത്തിനും പറഞ്ഞ വാക്കിനും വേണ്ടി വാക്കിന്റെ മാറ്റമില്ല. പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ടൊരു മഹാ സാക്രിഫൈസ്, ത്യാഗം ചെയ്തെന്ന് പറയും ടീച്ചർ. ആ ത്യാഗത്തിന്റെയും സത്യത്തിന്റെയും ഒരു തിരുനാളാണ്, ഒരു ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിന് നമ്മൾ ആ പാട്ടിൽ പാടുന്നതെല്ലാം കർത്താവ് യേശു ക്രിസ്തു മാവേലിക്ക് ശേഷം മനുഷ്യനെ അവതരിച്ച യേശു ക്രിസ്തു അതിന് വിഭാവനം ചെയ്യുന്നത് എങ്ങനെയാണ്? അഷ്ടഭാഗ്യങ്ങളിലൂടെ. ഒന്ന് വായിക്കാമോ? ഈ നമ്മുടെ പാടിയതെല്ലാം ആ അഷ്ടഭാഗ്യങ്ങളുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നതെല്ലാം മാവേലിയുടെ കാലത്തുണ്ടായിരുന്നെല്ലാം ഇപ്പോഴും ഉണ്ടാകും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ വചനം. ഈ അഷ്ടഭാഗ്യങ്ങൾ, ബേറ്റിറ്റ്യൂഡ്സ് ഓഫ് ജീസസ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ദൈവത്തെ പോലെയാകും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതിനുള്ള ഒരേ ഏക മാർഗമാണ് ഈ അഷ്ട സൗഭാഗ്യങ്ങൾ. അത് പ്രാക്ടീസ് ചെയ്ത ആളായിരുന്നു ഒരുപക്ഷെ മഹാബലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ അഷ്ടഭാഗ്യങ്ങളിലൂടെ നല്ലവനായ ദൈവത്തെ പോലെ ആകുവാനും അവിടുത്തെ കരുണ ലോകമെന്ന് പ്രഖ്യാപിക്കാൻ കർത്താവിടെ ആക്കുമാറാട്ടെ. അതിന് ഈ ഓണം നമ്മളെ സഹായിക്കുമാറാട്ടെ. ആമേൻ.
പഠിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ നേരുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ബീറ്റ്റൂട്ട് കിച്ചടി തയ്യാറാക്കുന്ന വിധം കാണിക്കാനാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം. 1 കപ്പിൽ ചെറുതായി കട്ട് ചെയ്ത ബീറ്റ്റൂട്ട്, 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കടുക്, കറിവേപ്പില, തൈര്, ഓയിൽ, 1 കപ്പ് വെള്ളം. ആദ്യമായി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കാം. അതിനുശേഷം ഈ വെള്ളം അതിലൊഴിക്കാം. ഇനി ഒരു സ്പൂൺ എടുത്ത് അതിനെ ഇളക്കാം. നമുക്കിത് അടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവിക്കുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, രണ്ട് പച്ചമുളക്. നമുക്കിത് ആട്ടിയെടുക്കാം. ഈ ബീറ്റ്റൂട്ട് നമുക്ക് വെന്തോ നോക്കിയിട്ട് നമുക്കത് ആട്ടിയെടുക്കാം. നമുക്കിനി ഈ ആട്ടിയെടുത്ത ബീറ്റ്റൂട്ട് ഒരു പാനിൽ ഒഴിച്ച് വേവിക്കാം. ഇനി കുറച്ച് സമയം ഇതിൻ്റെ ആ പച്ച ചുവയെല്ലാം മാറാനായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ ആട്ടി വെച്ച ഈ അരപ്പ് എടുത്ത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതില് പച്ച ചൊവ്വയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി. അപ്പൊ നമുക്കിതിലേക്ക് ഇനി തൈര് ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് അടുത്തുനിന്ന് ഇത് താളിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഹായ് മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പ് കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കറിക്ക് ആവശ്യമായ പരിപ്പ്, 1/2 കപ്പ് തേങ്ങ, ജീരകം, പൊടി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക്, കടുക് വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ആദ്യമായി പരിപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ പരിപ്പ് കുക്കറിലാക്കി വേവിക്കാൻ വെക്കുക. കുതിർത്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ അടച്ചു വെക്കുക. ഗ്യാസ് വെക്കുക. 3
3 വിസിലാകുന്നത് വരെ ഈ സമയത്ത് പരിപ്പ് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് തേങ്ങ ഇടുക. ജീരകം, നല്ലതുപോലെ അരപ്പരയ്ക്കുക. നമ്മുടെ പരിപ്പ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അരച്ചു വച്ചിരിക്കുന്ന അരപ്പിനെ അതിലോട്ട് ചേർക്കുക. ഇതിനെ ഒന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഈ സമയത്ത് ഇതിൽ ചേർക്കേണ്ട കടുക് വറുക്കുക. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇടുക. ഉള്ളി മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. മൂത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടുന്നു. സ്റ്റൗ ഓഫാക്കി പരിപ്പ് കറിയിലേക്ക് ചേർക്കുക. പരിപ്പ് കറീനെ ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് കടുക് വറുത്തതിലേക്ക് ചേർക്കുക. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ റോഷ്നിയെ അറിയിക്കുക. താങ്ക് യു. പൊന്നിൽ മുട്ടായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണം നീ വരൂ പൊന്നോണം പൂവിളിയിൽ മോഹം പൊന്നിൽ മുട്ടായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണം നീ വരൂ പൊന്നോണം കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അക്കം ചിത്തിര ചോടി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അക്കം ചിത്തിര ചോടി കുഞ്ഞനിൻ പൊന്മല പൂമുറ്റം നീ വരൂ പൊന്നോണം ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണം നീ വരൂ പൊന്നോണം മാല
പമ്പാതീരത്തിൽ മാരിവിൽ മാല മാനക്കുന്നോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലയും പമ്പാതീരത്തിൽ തുമ്പപ്പൂക്കൾ സന്ധ്യാവട്ടം വെച്ചി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ സന്ധ്യാവട്ടം വെച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂക്കണ്ടോ നീ വരൂ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാവം